അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഖാജ ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി റഹിമഹുള്ളയുടെ ചിശ്തിയ ത്വരീഖത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മാതാവ് നല്ല ഒരു മഹതിയായിരുന്നു എന്നുള്ള വിഷയമൊക്കെ പറഞ്ഞു. പിന്നെ 2.5 വയസ്സായപ്പോൾ പിതാവ് വഫാത്തായി. അങ്ങനെ ഉമ്മയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് മഹാൻ്റെ തർബിയത്തൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ ഏതായാലും അവസാനം ഖാലി ഹമീദുദ്ദീൻ നാഗൂരി തങ്ങളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടതിനനുസരിച്ച് അങ്ങോട്ട് പോയി. ഖുദാ കെ ഹുക്ം സെ കുച്ച് ഹി ദേർ ബാദ് വഹാ ഖാസി ഹമീദുദ്ദീൻ നാഗൂരി റഹിമഹുല്ല തശ്രീഫ് ലായ. അള്ളാഹുവിൻ്റെ ഹുക്കം പ്രകാരം കുച്ച് ഹി ദേർ ബാദ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഖാലി ഹമീദുദ്ദീൻ നാഗൂരി തങ്ങൾ തശ്രീഫിലായെ അവിടെ വന്നു. മഹാന്മാരായ ആളുകൾ വരുന്നതിനാണ് എന്ത് പറയാം, തശ്രീഫിലാന എന്ന് പറയാം. അപ്പോൾ തശ്രീഫിലായെ അവിടെ വന്നു. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ വിധിപ്രകാരം ഹുക്കം കാരണമായിട്ട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവിടെ ഖാലി ഹമീദുദ്ദീൻ നാഗൂരി റഹിമഹുല്ല വന്നു. ബഖ്തിയാർ കാക്കി സെ പൂച്ച ക്യാ പഠോगे. ബഖ്തിയാർ കാക്കി റഹിമഹുല്ലയോട് ഖാലി ഹമീദുദ്ദീൻ നാഗൂരി ചോദിച്ചോ, നിങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നതാണോ? ഉസ് पर बख्तियार काकी ने कुरान शरीफ की एक आयत पढ़कर सुनाई. വായിക്കാൻ അറിയാമെന്ന് ചോദിച്ചപ്പോൾ എന്തായി, വായിക്കോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ബഖ്തിയാർ കാക്കി ഉടനെ ഖുർആൻ ഷരീഫിലെ ഒരു ആയത്താണ് ഓതി കേൾപ്പിച്ചു. പടുക്കർ സുനായി ഓതി കേൾപ്പിച്ചു. അപ്പോൾ നമ്മൾ പുലി തന്നെയാണ്, ഉഷാറിനാണ്. 4 വയസ്സായിട്ടുള്ളൂ. ആ സമയത്താണെന്ന് ആലോചിച്ച് നോക്കണം. ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഒരുപാട് ജുസുകൾ പഠിച്ചിരുന്നു. वो बख्तियार काकी रहमतुल्लाह की ज़बान से कुरान शरीफ की आयत सुनकर हैरान रह गए. അപ്പോൾ നമ്മുടെ ഖാലി ഹമീദുദ്ദീൻ നാഗൂരി തങ്ങൾ ബഖ്തിയാർ കാക്കി റഹിമഹുല്ലയുടെ നാവിൽ നിന്നും ഖുർആൻ ഷരീഫ് കേട്ടപ്പോൾ എന്തുണ്ടായി? ഹൈറാൻ രഹ്ഗയെ, അത്ഭുത പരതന്ത്രനായി, അത്ഭുതപ്പെട്ടു പോയി. कि 4 बरस का ये बच्चा छोटी सी उम्र में उस तरह की आयत പഠ सकता है. വെറും 4 വയസ്സുള്ള ഈ ഒരു കുട്ടി ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആനിൻ്റെ ഓരോ ആയത്തുകൾ ശകലങ്ങൾ പഠിക്കുന്നു, അത് ഓതി കേൾപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു സംഭവം തന്നെയാണ് എന്ന രീതിയിൽ അദ്ദേഹത്തെ വല്ലാതെ വീക്ഷിച്ചു, വാച്ച് ചെയ്തു. ലിഹാദ ഉസ്താദിനെ പൂച്ച, അതുകൊണ്ട് തന്നെ ഉസ്താദ് ചോദിച്ചു, തുമ്നെ ഖുർആൻ ഷരീഫ് കിസ്സേ പഠ, എവിടുന്നാണ് നിങ്ങൾ ഖുർആൻ ഷരീഫ് പഠിച്ചത്? ആ സമയത്ത് നമ്മുടെ ബഖ്തിയാർ കാക്കി റഹിമഹുല്ല പറയാണ്, ആപ്നെ കഹാ, മഹാനവകൾ പറഞ്ഞു, മേരി വാലിദാക്കോ ആദാ ഖുർആൻ ഷരീഫ് യാദ് ഹേ, എൻ്റെ മാതാവിനെ പകുതി ഖുർആൻ മനപ്പാടമാണ്. ഖുർആൻ്റെ പകുതി മനപ്പാടമാണ്. ഉനേസെ സുനത്തെ അവരിൽ നിന്നും കേട്ട് മുജേ ബി യാദ് ആകയാ, എനിക്കും എന്തായി, കാണാതെ പഠിഞ്ഞു, എനിക്കും മനപ്പാടമായി. യ ജാനെ കെ ബാദ് ഖാസി ഹമീദുദ്ദീൻ നാഗൂരി റഹിമഹുല്ലാ ने उन्हें बहुत जल्द ബാക്കി ഖുർആൻ ഷരീഫ് ബി ഹിഫ്സ് കറാ ദിയ. അപ്പോൾ ഇത് അറിഞ്ഞതിനു ശേഷം ഖാലി ഹമീദുദ്ദീൻ നാഗൂരി തങ്ങളെ മഹാനവറുകൾക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഹിഫ്സ് കറാ ദിയ, മനപ്പാടമാക്കി കൊടുത്തു. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തു. പിന്നെ പറയാണ്, ജബ് കുത്തുബ് സാഹിബ് की उम्र 5 साल की हुई तो वालिदा ने मुलाजिम के साथ उन्हें महल्ले के मक्तब में भेजा. നമ്മുടെ കുത്തുബ് റഹിമഹുല്ലാ തങ്ങൾ അദ്ദേഹത്തിന് 5 വയസ്സുണ്ടായ സമയത്ത് ഇതുപോലെ വാലിദാനെ, മാതാവ്, മുലാസിം കെ സാത്ത്, വേലക്കാരനോടുകൂടെ ഉനെ മഹല്ലേക്കെ മക്തബ് മേ ബേജ, മഹാനവറുകളെ തൻ്റെ മഹലിലുള്ള അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ഒരു മക്തബിൽ അയച്ചു. മക്തബ് പറഞ്ഞാൽ മദ്രസ എന്നർത്ഥം. ഉറുദു നാടുകളിൽ
മദ്രസക്ക് മക്തബ് എന്നാ പറയാം. അങ്ങനെ മദ്രസയിൽ അയച്ചു. അപ്പോൾ ഈ മക്തബിൽ പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഒരു വലിയ ഒരു മഹാനെ കണ്ടുമുട്ടി. മക്തബ് ജാത്തേ ഹുയേ, മക്തബിൽ പോയിക്കൊണ്ടിരിക്കെ രാസ്തേമേ വഴിയിൽ വെച്ച് ഏക്ക് ബുസർഗ് മിലെ, ഒരു വലിയ മഹാനെ കണ്ടുമുട്ടി. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതിൻ്റെ ഷോർട്ട് എഴുതി വരണം കേട്ടോ.